ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മൈതാനത്ത് നടക്കുന്ന ഓരോ ആഘോഷങ്ങളും ഗ്യാലറിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആരാധകർക്ക് ആവേശമേകുന്നതാണ്. എന്നാൽ ഇത് അമിതമായാൽ ഓരോ താരങ്ങളും വലിയ നടപടികൾ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ഇതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ദിഗ്വേഷ് റാത്തി എന്ന ലക്നോ സൂപ്പർ ജെയിന്റ് സ്പിന്നർ. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ബാറ്റർമാരെ പുറത്താക്കിയ ശേഷം റാത്തി നടത്തിയ സെലിബ്രേഷൻ വലിയ ചർച്ചയായിരുന്നു. ഒരു നോട്ട്ബുക്കിൽ കുറിക്കുന്നത് പോലെയുള്ള സെലിബ്രേഷൻ രീതിയാണ് റാത്തിയുടേത്. ഇത് ബാറ്റർക്ക് പ്രകോപനമുണ്ടാക്കുന്നതിനാൽ തന്നെ ആദ്യ സമയത്ത് IPL കമ്മിറ്റി ഇതിനെതിരെ രംഗത്തു വരികയും താരത്തിന് കൃത്യമായ ശിക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ട് റാത്തി പഠിച്ചില്ല. വീണ്ടും പല മത്സരങ്ങളിലും താരം ഇത് ആവർത്തിച്ചു. എന്നാൽ ഹൈദരാബാദിനെതിരായ മത്സരത്തിലും ഇത് തുടർന്നതോടെ ഇപ്പോൾ ഒരു സസ്പെൻഷൻ വാങ്ങിയിരിക്കുകയാണ് ഈ യുവതാരം. IPL നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ അടുത്ത മത്സരത്തിൽ നിന്ന് താരത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഹൈദരാബാദിനെതിരായ മത്സരത്തിലെ മാച്ച് ഫീസിന്റെ 50% റാത്തി പിഴയായി അടയ്ക്കേണ്ടതുണ്ട്. മത്സരത്തിൽ ഹൈദരാബാദ് ബാറ്റിംഗ് ചെയ്യുമ്പോഴായിരുന്നു റാത്തിയുടെ അതിരുകടന്ന സെലിബ്രേഷൻ നടന്നത്. മത്സരത്തിൽ വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഹൈദരാബാദ് അഭിഷേക് കാഴ്ചവെച്ചത്. 20 പന്തുകളിൽ 59 റൺസ് നേടി ലക്നോ ബോളർമാരെ പൂർണ്ണമായും പഞ്ഞിക്കിടാൻ താരത്തിന് സാധിച്ചു. എന്നാൽ ഇതിനുശേഷം ദിഗ്വേഷിന്റെ പന്തിൽ ഷാർദുൽ താക്കൂറിന് ക്യാച്ച് നൽകി താരം പുറത്തായി. തൊട്ടു പിന്നാലെ ദിഗ്വേഷ് റാത്തി തന്റെ നോട്ട്ബുക്ക് സ്റ്റൈൽ സെലിബ്രേഷൻ പുറത്തെടുത്തു. ഇത് അഭിഷേകിനെ ചൊടിപ്പിക്കുകയാണ് ഉണ്ടായത്. പവലിയനിലേക്ക് നടന്ന അഭിഷേക് തിരികെ വരികയും ദിഗ്വേഷിനോട് ചൂടാവുകയും ചെയ്തു. ഇത് കണ്ട് അമ്പയർ കൃത്യസമയത്ത് ഇടപെട്ട് പ്രശ്നം വഷളാകാതെ നോക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. ഈ പ്രശ്നങ്ങൾ അവസാനിച്ച ശേഷം ഇരു താരങ്ങളും തമ്മിൽ ഹസ്തദാനം നൽകുകയും സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മൈതാനത്ത് ഇത്തരത്തിൽ മോശം രീതിയിൽ ആഘോഷങ്ങൾ നടത്തി എതിർ ടീമിനെ പ്രകോപിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തരമൊരു നിയമം നിലനിൽക്കുന്നതിനാലാണ് താരത്തെ ഒരു മത്സരത്തിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. IPLിലൂടെ ഉയർന്നുവരുന്ന യുവതാരങ്ങൾക്കുള്ളൊരു സൂചന കൂടിയാണ് ഈ സസ്പെൻഷൻ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.